നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. ഈ NPD സീരീസ് എല്ലാം തന്നെ നിങ്ങളുടെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. നിങ്ങളത് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല തെറാപ്പിസ്റ്റിനെയോ എക്സ്പേർട്ടിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എനിക്ക് റെഗുലറായിട്ടൊരു റിക്വസ്റ്റ് വന്നത് കളക്റ്റീവ് നാർസിസം എന്ന് പറയുന്നതിനെ പറ്റി പറയണമെന്ന്. അതെൻ്റെ ലൈവിൽ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കമൻ്റായിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കളക്റ്റീവ് നാർസിസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെല്ലാവരും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അതൊരു സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ എത്നോസെൻട്രിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതായത് ഒരു എത്നിക്കലി അല്ലെങ്കിൽ കൾച്ചറലി നമ്മളൊരു വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ് എന്നുള്ളൊരു ഭാവം. അത് പ്രത്യേകിച്ച് നമ്മളൊരു ഗ്രൂപ്പ് കൾച്ചർ ഉള്ളിടത്താണ് അത് കൂടുതലായിട്ട് വരുന്നത്. അതായത് ഏഷ്യൻ റീജിയൻസിലെല്ലാം ഗ്രൂപ്പ് കൾച്ചറാണ്. ഇപ്പം നമ്മളൊരു വെസ്റ്റേൺ റീജിയൻ, അതായത് US, UK അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിലേക്കൊക്കെ നോക്കുമ്പോൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് പല കാര്യങ്ങളും. അവനവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയും നമ്മൾ എങ്ങനെ മുമ്പോട്ട് വരുന്നു, നമ്മളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും നമ്മളായിട്ടൊരു വ്യക്തിയായിട്ട് നമ്മൾ മുമ്പോട്ട് വരികയും ചെയ്യുന്ന ഒരു കൾച്ചറാണ് അവരുടെ. പക്ഷേ ഏഷ്യൻ കൾച്ചേഴ്സിൽ കുടുംബപരമായിട്ട് നമ്മുടെ കൾച്ചർ വൈസായിട്ട് മുമ്പോട്ട് വരുന്നത്, നമ്മുടെ റിലീജിയൻ, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിലരൊക്കെ പറയുന്നില്ല ഞങ്ങളുടെ കുടുംബം, ഞാൻ ഇന്ന കുടുംബത്തിലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിലോ എത്നോസെൻട്രിസം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണോ ഞാൻ അംഗമായിരിക്കുന്നത് ആ ഗ്രൂപ്പിലും അതിൻ്റെ കൾച്ചറിലും അതിൻ്റെ അച്ചീവ്മെൻറ്റ്സിലും ഞാൻ വളരെ പ്രൈഡുള്ള ആളാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് ഞങ്ങളുടേതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് വരും. നമ്മൾ എവിടെ പോയാലും നമ്മൾ മലയാളത്തിൻ്റെ കൾച്ചർ, നമ്മുടെ രീതികൾ, നമ്മളുടെ ഫുഡ്, നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. എന്നിട്ട് അങ്ങനെയുള്ളവർ സാധാരണ ലോകത്തെ കാണുന്നത് അവരുടെ ആ ഒരു കൾച്ചറൽ പെർസെപ്ഷനിലൂടെയാണ്. നമ്മളിങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മറ്റ് കൾച്ചറുകളെ നോക്കി മനസ്സിലാക്കും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷെ കളക്റ്റീവ് നാർസിസം എന്നുള്ള കാര്യം വന്നു കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഏറ്റവും ബെസ്റ്റ്, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നാലാണ് എല്ലാ കാര്യങ്ങളും നന്നാകുക, ബാക്കി ഗ്രൂപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മറ്റു ഗ്രൂപ്പുകളെ താറടിച്ചു കാണിക്കുകയും അവരിൽ ഒരിക്കലും യാതൊരു രീതിയിലുള്ള നന്മയും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുകയും അത് ഇൻഡിവിജ്വലി നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യും. അത് ഗ്രൂപ്പായിട്ടും അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ നാർസിസിസ്റ്റിക് ആ ഗ്രൂപ്പിന്റെ ഭാഗമാകുകയും അതിനകത്ത് മെയിനായിട്ട് നമ്മൾ അങ്ങനെ വരുമ്പോൾ ഭാഗമാകുന്നത് നമ്മൾ ഈ വൾണറബിൾ ആയിട്ടുള്ള നാർസിസിസ്റ്റിക് ട്രൈറ്റ് ഉള്ളവർ, വളരെ വൾണറബിൾ ആയിട്ടുള്ള വിക്ടിം സ്റ്റേജിലിരിക്കുന്നവരൊക്കെ അതിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. കളക്റ്റീവ് നാർസിസം വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് ഒരു കളക്റ്റീവ് നാർസിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അതിനകത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ചിരുന്നെങ്കിൽ, ഞങ്ങളുടെ രീതിയിൽ ഈ ലോകം പോയിരുന്നെങ്കിൽ, ഞങ്ങളുടെ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് നടന്നേനെ, മറ്റുള്ളവരുടെ രീതിക്ക് പോകാത്തത് കൊണ്ടാണിത്. ഈ കളക്റ്റീവ് നാർസിസം മോസ്റ്റ്ലി ഞാൻ കൂടുതൽ നമുക്കിങ്ങനെ പല 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 സെക്ടേഴ്സിൽ കാണാൻ പറ്റും. അതിനകത്ത് മെയിൻ ഒരു ഏരിയയാണ് റിലീജിയസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിൽ തന്നെ എത്രയോ സബ് ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം തന്നെ പറയുന്നത് അവരുടെ ഗ്രൂപ്പിൽ വരാതെ വേറെ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു തള്ളപ്പെടും. ബാക്കിയുള്ള ഗ്രൂപ്പുകളെല്ലാം പാപത്തെ, നിങ്ങൾക്ക് ആർക്കും സ്വരാജ്യം കിട്ടൂല, നിങ്ങളെല്ലാം പോക്കാണ്, നിങ്ങൾക്കൊന്നും ഒരു കാര്യത്തിലും അതുണ്ടാവില്ല, ഞങ്ങളുടേതാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങളെയാണ് നേരിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മറ്റു ഗ്രൂപ്പുകളെ താറടിച്ചു കാണിക്കുകയും. അപ്പം എത്നോസെൻട്രിസം നമ്മളൊക്കെ ഒരു അഭിമാനവും നമ്മൾ അതിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ള ഫീലും നമ്മുടേത് ഏറ്റവും ഉയർന്നതെന്നുള്ള ഫീലും ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് മറ്റു ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യുകയും അതിനെ താറടിച്ചു കാണിക്കുകയും അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നശിപ്പിക്കുകയും അവരിൽ പോകുന്നവരെ എല്ലാം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവരുടെ യാതൊരു കാര്യത്തിലും പങ്കെടുക്കാതെയും അവരോട് കണക്റ്റഡ് ആകാതെയും അവരെയെല്ലാം പുറന്തള്ളപ്പെടുകയും അങ്ങനെയുള്ള രീതിയിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്നുള്ളവരോട് അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്നാലേ രക്ഷയുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെയാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ആ ഒരു നാർസിസത്തെ ഇൻഡിവിജ്വലി പോലും നമ്മൾ സംശീകരിച്ചുകൊണ്ട് നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി
ആ രീതിയിലുള്ള പ്രൊമോഷൻസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ കളക്റ്റീവ് നാർസിസം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതിനകത്ത് റിലീജിയസ് ഗ്രൂപ്പ് വരാം, പല ആക്ടിവിസ്റ്റിന്റെ ഗ്രൂപ്പ്സുകൾ വരാം, പൊളിറ്റിക്കൽ, നമ്മൾ പൊളിറ്റിക്കലി നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ഈ രാജ്യം സ്വർഗമാകണമെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതുപോലെ ചാരിറ്റി ഓർഗനൈസേഷൻസ്, അവരവരുടെ ചാരിറ്റി ഓർഗനൈസേഷൻസ് ശരിയായി വരാനേ അവർ സമ്മതിക്കത്തുള്ളൂ. സാധാരണ സോഷ്യൽ ഗ്രൂപ്പ്സ് കാണാം, റെക്രിയേഷൻ കാണാം, ഫാൻ, ഒരാളുടെ ഫാന് മറ്റേയാളുടെ ഇപ്പൊ നമ്മളൊരു നടീനടന്മാരുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്ടറുടെ ഫാൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതൊരു നാർസിസിസ്റ്റിക് ഈ കളക്റ്റീവ് നാർസിസം ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഈസ് ഓക്കെ. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളുടെ ഹീറോയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഞങ്ങൾ അങ്ങനെ വരുന്നു. പക്ഷെ ഇവർക്കൊരു കളക്റ്റീവ് നാർസിസം ഉണ്ടെങ്കിൽ ഇവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു നായകന്മാരോ വരുന്നവരുടെ ഫിലിമിനെ അവർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും, അതിനെതിരായിട്ട് പ്രചരണങ്ങൾ നടത്തും, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ നടത്തി അവരതിനെ കംപ്ലീറ്റ് ആയിട്ട് കളയുമ്പോൾ അതൊരു കളക്റ്റീവ് നാർസിസത്തിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ കൾച്ചറൽ ഗ്രൂപ്പ്സിലൊക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും, പല കൾച്ചറൽ ഗ്രൂപ്പ്സിൽ. ഇത് ചിലപ്പോൾ ഫാമിലീസിൽ കാണാൻ പറ്റും. ചില ഫാമിലീസിലൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ പറയും, ഓ ഞങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഇതൊക്കെയാണ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയും, തോമാസ് സ്ലീഹ വന്ന് ഞങ്ങളെ നേരിട്ടൊക്കെ മാമോദീസയൊക്കെ മുഖ്യ കുടുംബത്തിന്റെ ഇങ്ങനത്തെ താഴത്തെ കണ്ണിയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ദാറ്റ് ഈസ് ഓക്കെ, അതങ്ങനെ പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് വന്നു കയറിയ നമ്മൾ വിവാഹം കഴിച്ച ഫാമിലി, അതായത് പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും ഫാമിലിയെ താറടിച്ചു കാണിക്കുകയും അവർ യാതൊരു രീതിയിലും കൊണ്ടരുതാത്തവരാണെന്നും അവരുടെ ഫാമിലി ഒന്നിനും കൊള്ളത്തില്ലെന്നും എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ വന്നു പെട്ടു എന്ന് പറയുകയും അതിലും ഉപരിയായിട്ട് ഈ പെൺകുട്ടിയോ ആൺകുട്ടിയോ അവരുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താതിരിക്കാനുള്ള മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങളെ സെറ്റ് ചെയ്യുകയും അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ ചിലപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കുന്ന രീതിക്കായിരിക്കാം അവർക്കൊരു വ്യത്യാസം വരുന്നത്, ആ രീതികളെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും കളിയാക്കുകയും അതൊന്നും ശരിയല്ല എന്നും നിങ്ങളുടെ രീതികളെല്ലാം തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ സമർത്ഥിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് കളക്റ്റീവ് നാർസിസം. അതായത് ഒരു ഗ്രൂപ്പ് ഇമേജിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകളിലും ഒരാൾ ബിലോങ് ചെയ്യുകയാണെങ്കിൽ അതിൽ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല. അത് അതിന്റെ ഭാഗമാകുന്ന ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞങ്ങളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്നൊന്നും പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ കളക്റ്റീവ് നാർസിസം വരുന്നത് എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടേത് മാത്രം ശരിയും ഞങ്ങളെ വിശ്വസിക്കുന്നവർ മാത്രം ഈ ലോകത്ത് നന്നായി വരികയെന്ന് വിശ്വസിക്കുകയും അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് മോശമാണ് എല്ലാവരും എന്ന് പറയുകയും അങ്ങനെ വന്നിട്ട് അവരെ അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ അവരെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നതിലേക്ക് വരും. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ചില ഫാമിലീസിലൊക്കെ ചിലപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് കെയർ അബൌട്ട് ദി അതർ പേഴ്സൺ ഹു കെയിം ടു ദ ഫാമിലി. അവർ പറയാം അവരെ ഒരു പീപ്പിളായിട്ട് പോലും മനുഷ്യനായിട്ട് പോലും ട്രീറ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യും. കാരണം ഞങ്ങൾ എന്തോ വലിയ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ. അപ്പം ആ രീതിയിലാണ് ഈ കളക്റ്റീവ് നാർസിസത്തിന്റെ ഒരു ലെവലൊക്കെ നിൽക്കുന്നത്. നമുക്ക് മാത്രമേ ലോകത്തൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റൂ എന്ന് ബിലീവ് ചെയ്യുന്ന കുറേ ഗ്രൂപ്പുകൾ, നമ്മൾ മാത്രമാണ് നന്മകൾ ചെയ്യുന്ന ഇതെന്ന് വിചാരിക്കുന്നവര്, അങ്ങനെ നമ്മളെ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമാക്കിക്കൊണ്ട് അവരുടെ ഗ്രൂപ്പിലേക്ക് മാത്രം ആ ഗ്രൂപ്പ് മാത്രം വളർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും ബാക്കി ഗ്രൂപ്പുകളെല്ലാം പതുക്കെ മാറിപ്പോവുകയോ അവരിതിലേക്ക് ജോയിൻ ആവുകയോ ചെയ്യുക എന്നുള്ള ആ ഒരു ഇന്റൻഷനോടുകൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കളക്റ്റീവ് നാർസിസം അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ കളക്റ്റീവ് നാർസിസം നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ആളെ പിടിക്കുന്നവർ വരുന്നതൊക്കെ അങ്ങനെയാണ്, ഇതിലേക്ക് ചേരൂ അതിലേക്ക് ചേരൂ, ഇവിടെയാണ് നിങ്ങൾക്ക് രക്ഷ, അവിടെയാണ് നിങ്ങൾക്ക് രക്ഷ, നിങ്ങളെ ബ്രൈബ് ചെയ്യും, നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തരാം, ഇതെല്ലാം കളക്റ്റീവ് നാർസിസം. അപ്പോൾ ഇതിനകത്ത് മോറായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന പല ആളുകളും അതിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വലി ചില അച്ചീവ്മെന്റ്സ് ഒക്കെ വേണമെന്നുണ്ടായിരിക്കും, ആ അച്ചീവ്മെന്റ്സ് ഒന്നും പോസിബിൾ അല്ലായിരിക്കും. അപ്പം അതിനകത്ത് ആ പോസിബിൾ അല്ലാതെ വരുന്ന സംഗതികൾ അവർക്ക് ചില ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ പോസിബിൾ ആയിട്ട് കിട്ടും. ചിലപ്പോൾ അവർക്കൊരു സ്ഥാനമായിരിക്കും വേണ്ടേ, അവർക്കൊരു പൊസിഷന്, അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ ഇങ്ങനത്തെ കുറേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഡെലിവറി ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്റ്റേണൽ വാലിഡേഷൻ, അപ്രീസിയേഷൻ, പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും എന്നോട് എന്തോ നല്ല അവർ കണ്ടില്ലേ അവർ അങ്ങനത്തെ ഒരു ഇതിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അധികം റിലീജിയസ് ഗ്രൂപ്പിലും വളരെ ഹൈ കൾച്ചറൽ ഗ്രൂപ്പ്സിലും ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ പറയുന്നത് കണ്ടില്ലേ അവരങ്ങനെയാണ്, ഇവരിങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ആളാണ്. നമ്മളിപ്പം റിലീജിയസിലൊക്കെ പോകുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തൊരു ഭക്തിയാണ്, എന്തൊരു നല്ലൊരു
ഇതാണ്, എല്ലാത്തിനകത്തും പങ്കെടുക്കും, എല്ലാ രീതിയിലും സഹകരിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ വലിഡേഷൻസ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഒരു കളക്റ്റീവ് നാർസിസത്തിൽ നടക്കുന്നത് എത്നോസെൻട്രിസത്തിന്റെ ആ ഒരു ലെവലിലേക്ക് ഒന്ന് മാറിയിട്ട് നമ്മൾ സ്വയം അഭിമാനിക്കുക, കൾച്ചറിൽ നമ്മളെ തന്നെ ഇതാക്കുക, വരുന്നവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നവരെ നമ്മൾ കൂട്ടച്ചേർത്ത് കൊണ്ടുപോകുക, നമ്മുടെ നല്ല രീതിയിലുള്ള നമ്മുടെ കൾച്ചറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ശരി, ഇതാണ് ശരി, ബാക്കി മുഴുവൻ തെറ്റാണ്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇതിനകത്തേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായിട്ട് വരത്തുള്ളൂ, നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ട്രബിൾസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ രീതിക്ക് പോകാത്തത് കൊണ്ടും ഞങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാത്തത് കൊണ്ടുമാണെന്നും അങ്ങനെയുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, ആ ഓർഗനൈസേഷൻസ് തിങ്ക് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാവൂ, ബാക്കി ഓർഗനൈസേഷൻ എല്ലാം പോകണമെന്ന് പറഞ്ഞ് അതിനെ താത്തിക്കെട്ടുക, അവരെ പറ്റി അപവാദങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക, അവരെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ഗൂഢാലോചന നടത്തി ആ ഗ്രൂപ്പിനെയും ആ ഓർഗനൈസേഷനെയും നശിപ്പിക്കുക, അവിടെ ചില തുരപ്പന്മാരെ എന്ന് പറയുന്ന പോലെ ആൾക്കാരെയൊക്കെ കയറ്റിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവരെ നശിപ്പിക്കുക. ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഈ ഒരു രീതിയിൽ ബാക്കി ആളുകളും ബാക്കി എല്ലാ കാര്യങ്ങളും തെറ്റ്, അവരൊന്നും ശരിയല്ല, ഞങ്ങൾ മാത്രം ശരി, ഞങ്ങൾക്ക് മാത്രമേ ഈ ലോകത്തിൽ നന്മകളും നല്ല ശരിയായ രീതികൾ ചെയ്യാൻ പറ്റൂ എന്നുള്ള കുറേ വിശ്വാസങ്ങളും അങ്ങനത്തെ രീതികളുള്ള സ്ട്രോങ് ആയിട്ടുള്ള അതൊക്കെ വളരെ നമ്മുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ചില ചില കാസ്റ്റുകളും ചില ഇതുകൊണ്ട് അവരുടെ അതിനകത്ത് തന്നെ നിന്നില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോയി ഒരാൾ വിവാഹം കഴിക്കുവോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി അവരെ എൻ്റയർ ഫാമിലീസിനെ തന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു കളക്റ്റീവ് നാർസിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം കളക്റ്റീവ് നാർസിസം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ക്ലാരിറ്റി കിട്ടിക്കാണും. അത് ചില ആൾക്കാർ വിചാരിക്കും കുറേ നാർസിസിസ്റ്റ് കളക്റ്റീവായിട്ട് വരുന്ന കുറേ പേരിങ്ങനെ ഒന്നിച്ചിരുന്ന് ചെയ്യുന്ന, അതല്ല. ഇപ്പം ഞാൻ ബിലോങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കളക്റ്റീവ് നാർസിസം ചെയ്യാം. അതായത് ഈ ഗ്രൂപ്പാണ് ബെസ്റ്റ്, നിങ്ങളുടെ ശരിയല്ല എന്നും പറഞ്ഞ് ഒരു ഇൻഡിവിജ്വലിന് പോലും ആ ഒരു രീതിയിൽ കളക്റ്റീവ് നാർസിസത്തിന്റെ മേളിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാം, അബ്യൂസ് ചെയ്യാം, അവരെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വരെ പോകാനായിട്ട് സാധിക്കും. പല വിശ്വാസങ്ങളും രീതികളും ഒക്കെ നമ്മളിൽ നിന്ന് പോകുന്നതും അങ്ങനെയാണ്. അപ്പം ഇതാണ് ഒരു കളക്റ്റീവ് നാർസിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അടുത്തേക്ക് പലരും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ദിസ് പേഴ്സൺ ഈസ് ബിഹേവിങ് ഓർ ദിസ് ഗ്രൂപ്പ് ഈസ് ബിഹേവിങ് ലൈക്ക് ഒരു കളക്റ്റീവ് നാർസിസം പോലെ ബിഹേവ് ചെയ്യുന്ന ഗ്രൂപ്പാണോ, എന്താണ് അവരുടെ പേർപ്പസ്, ഇതിങ്ങനെയൊക്കെ തന്നെയാണോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അങ്ങനെ ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻസും ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക, നമ്മളെയൊക്കെ വളരെ ഗ്യാസ് ലൈറ്റ് ചെയ്തും അബ്യൂസ് ചെയ്തും നമ്മളെ അതിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുള്ള കളികളിലൊന്നും നിന്നു കൊടുക്കാനായിട്ട് പോകാതെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഏതിൽ വിശ്വസിക്കണം, ഏതിൽ നിൽക്കണം, അതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിസിഷൻ ആക്കിക്കൊണ്ട് നമുക്ക് എത്നോസെൻട്രിസം നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ ഫാമിലിയും ഒക്കെ നമുക്ക് അഭിമാനം കൊള്ളാം. പക്ഷെ അതിനർത്ഥം വേറൊരാളുടെതെല്ലാം ബാക്കിയുള്ളവരുടെ എല്ലാം മോശം, അവരെല്ലാവരും ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാവൂ എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അതൊക്കെ കളക്റ്റീവ് നാർസിസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന വിശ്വാസത്തിൽ എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാകണം, എല്ലാവർക്കും ഈ ലോകത്ത് മനോഹരമായിട്ട് ജീവിക്കാനുള്ള സന്തോഷത്തോടും സമാധാനത്തോടും പ്രോഗ്രസീവായിട്ടും ഒക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സപ്പോർട്ടീവും കെയറും ലവും ഒക്കെ കൊടുത്ത് നമ്മളെ ഏറ്റവും നന്നായി കെയർ ചെയ്തുകൊണ്ട് സെൽഫ് ലവ് ഇസ് ദ ബെസ്റ്റ് ലവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.